അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്റെ സൗണ്ട് ഓഡിബിൾ അല്ലേ? ക്ലിയർ ആണ്. സ്ക്രീൻ വന്നിട്ടില്ല കേട്ടോ. ഓക്കെ. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. ഏറെ പ്രിയങ്കരായ KMA അംഗങ്ങളെ, ഭാരവാഹികളെ, അതിലുപരി അറബി ഭാഷ സ്നേഹികളെ, അധ്യാപകരെ, ഇന്ന് അറബിന്റെ 2ാമത്തെ ക്ലാസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാവരും ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമസ്കാരമൊക്കെ നമ്മൾ പൂർത്തിയാക്കി പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ചില ആളുകളെങ്കിലും ഒരു മയക്കത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ്. അതൊക്കെ മാറ്റിവെച്ച് നമ്മള് കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നത് നമ്മളുടെ ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ്. അത് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ചാറ്റില് സുനിത വില്യംസ് എന്നിട്ട ആളുകളുണ്ടല്ലേ? ഓക്കെ, ന്യൂസുകൾ അപ്ഡേറ്റ് ചെയ്യായിരിക്കും. എനിവേ, നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്നത്തെ സെഷന് ചെറിയൊരു സെഷനാണ്. നമ്മൾ ജാഹിലിയ കാലഘട്ടത്തിന്റെ വലിയ ഒരു ഭാഗം പൂർത്തിയാക്കി. ഇൻഷാ അല്ലാഹ് അതിന്റെ 2ാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ ഇന്ന് തുടക്കത്തില് നിങ്ങൾക്കൊരു കുറച്ച് ടിപ്സ് തരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 1-2 പോയിന്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഞാനിവിടെ സ്ക്രീന് ഷെയർ ചെയ്യാം. അത് കാണുന്നുണ്ടെന്ന് ഒന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ഇപ്പൊ സ്ക്രീന് എല്ലാവർക്കും കാണുന്നില്ലേ? ഓക്കെ, ഞാൻ മുൻപത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളൊക്കെ പണ്ട് SSLCക്കും +2-നൊക്കെ കിടന്നും മറിഞ്ഞ് പഠിച്ചതുപോലെ ഒരു ഹാർഡ് വർക്ക് മാത്രം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളെ ഭാഗത്തുനിന്ന് പോരാ. അതിന്റെ കൂടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വർക്ക് വേണം. എന്താണ് ആ സ്മാർട്ട് വർക്ക് എന്ന് ചോദിച്ചാൽ, നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്ന കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അതിന്റെ കൂടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഏതു ഭാഗത്ത് നിന്നാണ്, ഏറ്റവും കുറഞ്ഞ ചോദ്യങ്ങൾ വരുന്നത് ഏത് ഭാഗത്ത് നിന്നാണ്, ഏതാണ് കൂടുതൽ പഠിക്കേണ്ടത്, പ്രാധാന്യം കുറഞ്ഞത് ഏതാണ് സ്കിപ്പ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഒരു കൃത്യമായ ഒരു അവബോധം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. സ്ക്രീൻ ഓക്കെ അല്ലേ? സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ. ഞാൻ നമ്മളുടെ മുഴുവൻ ടോപ്പിക്കുകളും ഇവിടെ കൊടുക്കുന്നുണ്ട്. നഹ്വ്, ബലാഗ, അറൂദ്, തുറുഖു തദ്രീസ്, താരിഖുൽ അദബ്, നഖ്ദുൽ അദബി, ഇൻഡോ അറബ്, തർജമ, ടെക്സ്റ്റ് ബുക്ക്, കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യൻസ്, ജനറൽ ആയിട്ടുള്ള അറബിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതിൽ ഏറ്റവും അവസാനം നടന്ന പരീക്ഷകൾക്ക് എത്ര എണ്ണം ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓരോ ഏരിയകളിൽ നിന്ന്, ഈ ഒരു ഭാഗം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ട്രെൻഡ് നോക്കുന്ന സമയത്ത് ഇപ്പൊ നെഹ്വിന് നല്ല പ്രാധാന്യമുണ്ട്, ഇൻഡോ അറബിന് പ്രാധാന്യമുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് ഏതാണോ അതിൽ നിന്ന് നല്ലതുപോലെ പഠിക്കാൻ നമുക്ക് കഴിയണം. ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം നോക്കേണ്ട ചില ഏരിയകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് തുറുഖു തദ്രീസ്. കാരണം തുറുഖു തദ്രീസിന് ചോദ്യങ്ങൾ കൂടുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല പല ആളുകൾക്കും അത് പഠിക്കാൻ മടിയുമുണ്ട്, അതിന്റെ സോഴ്സുകളും കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് അത് പഠിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എത്താൻ കഴിയും. നഖ്ദുൽ അദബി പലരും നോക്കാത്ത ഏരിയയാണ്, സിലബസിൽ അത് ഉണ്ട് എന്ന് അറിയാത്തവരുണ്ട്. അതേപോലെ ഇൻഡോ അറബ്, ട്രാൻസ്ലേഷന്, ടെക്സ്റ്റ് ബുക്ക്, ജനറൽ, ഈ റെഡിങ്ങിൽ കൊടുത്ത കാര്യങ്ങളൊക്കെയും ചില ആളുകൾ നോക്കാത്ത ഏരിയകളാണ്. അതേപോലെ പലരും മൈൻഡ് ചെയ്യാത്ത ഏരിയകളാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം ഇതുകൂടെ പഠിക്കണം, എന്നാലേ അത് നോക്കാത്ത ആളുകളുടെ മുമ്പിൽ എത്താൻ കഴിയുള്ളൂ എന്ന പ്രത്യേക ഒരു കുബുദ്ധി അല്ലെങ്കിൽ ഒരു ടിപ്പ് നമ്മൾ ഇവിടെ ഉപയോഗിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളെ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു സ്ട്രാറ്റജി. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്.
ഒന്ന് നോട്ട് ഉണ്ടായിരിക്കണം, എന്നും നമ്മൾ നോട്ട് എഴുതി പഠിച്ചിരിക്കണം. രണ്ടാമത്തേത് ക്വസ്റ്റ്യൻസ് നിരന്തരം ചെയ്തിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതേപോലെ മോക്ക് ടെസ്റ്റുകളും നിരന്തരം ചെയ്തിരിക്കണം. മൂന്നാമത്തെ റിവിഷൻ എപ്പോഴും അത്യാവശ്യമാണ്. പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും റിവിഷൻ ചെയ്യണം. അപ്പൊ എപ്പോൾ നിങ്ങൾ PSCക്കും നെറ്റിനൊക്കെ പഠിക്കാനിരിക്കുമ്പോഴും ഈ 3 ടേം നോട്ട് ഉണ്ടായിരിക്കണം, ക്വസ്റ്റ്യൻസ് നിരന്തരം ചെയ്തിരിക്കണം, അവസാനം റിവിഷനും ചെയ്തിരിക്കണം. ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പഠിക്കുന്ന ടേബിളിന്റെ മുകളിൽ ഒട്ടിച്ചു വെച്ച ഒരു ടു ഡു ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് എല്ലാ ഏരിയകളും, ജനറലും അതേപോലെ അറബിക്കും വേർതിരിച്ച് എല്ലാ ഏരിയയും ഇതേപോലെ എഴുതി വെച്ചു. എന്നിട്ട് മുകളിൽ ഓരോ ഹെഡിങ്ങുകൾ കൊടുത്തു. സ്റ്റാർട്ടഡ്, ഈ വിഷയം നീ പഠിച്ചു തുടങ്ങിയോ? TYQ നോക്കിയോ? നോട്ട് എഴുതിയോ? റിവിഷൻസ് എത്ര റൗണ്ട് പൂർത്തിയാക്കി? നീ ഈ വിഷയം കംപ്ലീറ്റ് ചെയ്തോ? ആ രൂപത്തില് എൻ്റെ വീട്ടിൽ ഞാൻ ഒട്ടിച്ചു വെച്ച ഒരു ടു ഡു ലിസ്റ്റ് ആണ്. അപ്പൊ ഏത് ദിവസം വന്നിട്ട് ഈ ലിസ്റ്റ് നോക്കുമ്പോഴും ഞാൻ എവിടെ എത്തി, ഏത് ഏരിയ ഞാൻ പഠിച്ചു, ഏത് ഏരിയ ഞാൻ പഠിച്ചില്ല, ഏതൊക്കെ ഞാൻ മുമ്പിലാണ്, ഏതൊക്കെ ഞാൻ ബാക്കിലാണ്, ഇത് എപ്പോഴും ഇങ്ങനെ നോക്കി നമുക്ക് മനസ്സിലായിരിക്കണം. ഇനി എത്ര ദിവസമുണ്ട് എന്നതും ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കണം. അപ്പൊ എല്ലാവരും ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം പോവാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. ഇത് ഞാൻ പഠിച്ച പുസ്തകങ്ങളാണ്, മീൻസ് ഞാൻ നോട്ട് എഴുതിയ പുസ്തകങ്ങളാണ്. ഞാന് പിന്നെ ഒരു 250 രൂപ വരുന്ന ഒരു 5-6 പുസ്തകങ്ങൾ വാങ്ങിയിരുന്നു. പിന്നെ എപ്പോഴും നമ്മൾ നോട്ട് വാങ്ങുമ്പോൾ കുറച്ച് ഭംഗിയുള്ള കട്ടിയുള്ള പേപ്പറും അല്ലെങ്കിൽ കുറച്ച് വില കൂടിയ നമുക്ക് ഒന്നിഷ്ടമുള്ള നല്ല നോട്ട് വാങ്ങണം. അതല്ലാതെ ന്യൂസ് പ്രിന്റിലും A4ലും അവിടെ ഇവിടെയും വലിച്ചു വാരിയിട്ട് ഇങ്ങനെ എഴുതരുത്. ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ, എനിക്കെപ്പോഴും ഈ പുസ്തകം ഞാൻ കോഴിക്കോട് എജുമാർട്ടിൽ പോയിട്ടാണ് നോട്ട് ബുക്ക് വാങ്ങുക. ഈ നോട്ടൊക്കെ വാങ്ങിയിട്ട് അവിടുന്ന്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള കുറച്ച് ബുക്കുകളാണ്. എന്നിട്ട് അത് വാങ്ങിയിട്ട് അതിൽ ഒരു പുസ്തകത്തിൽ ഫുള്ള് അദബും ഇൻഡോ അറബും ആണ് എഴുതിയിട്ടുള്ളത്. വേറെ ഒന്നിന് നെഹവും ബലാഗയും അറൂബും, വേറെ ഒന്നിന് ടെക്സ്റ്റ് ബുക്ക് പെഡഗോജി നഖദ് ട്രാൻസ്ലേഷൻ ഇസ്ലാമിക്കായ ചോദ്യങ്ങൾ GK, വേറെ ഒന്ന് ജനറൽ ഫുള്ള്. ഇങ്ങനെ വൃത്തിയിൽ നോട്ട് എഴുതിയിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ തന്നെ നിങ്ങളും നോട്ട് എഴുതി പഠിക്കണം എന്നതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. അപ്പോ ഇതെന്റെ ആക്ഷനാണ്. നമ്മളൊക്കെ PSCക്ക് പോകുന്നതിന് മുമ്പുള്ള ആക്ഷനാണ് നോട്ട് എഴുതുക എന്നുള്ളത്. ആ ആക്ഷന് കിട്ടിയിട്ടുള്ള കുറെ റിയാക്ഷനുകൾ ഉണ്ട്. ആ റിയാക്ഷന് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്ന് ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കും. ഇതാണ് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ള അഡ്വൈസ് ഓർഡർ. പിന്നെ PSC അയച്ചിട്ടുള്ള അഡ്വൈസ് ആണ് ഇത്. പിന്നെ ഞാൻ ഈ സമയത്ത് കോഴിക്കോടാണ് ഈ സമയത്ത്. അപ്പൊ ഇത് കിട്ടുന്നത് എൻ്റെ വൈഫിന്റെ കയ്യിലേക്കാണ്. വൈഫാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പൊ വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഇത് കിട്ടുന്ന സമയത്ത്. അവൾ ആ സമയത്ത് ഫോട്ടോ എടുത്ത് അയച്ചിട്ടുള്ള ഒരു പിക്കാണ് ഇവിടെ. അപ്പൊ നമ്മളുടെ കൂടെ, നമ്മളെ കൂടെ ഉള്ള നമ്മളുടെ ഫാമിലിയൊക്കെ എത്രത്തോളം ആ സമയത്ത് സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഇത് സ്വപ്നം കാണണം. ഈ അപ്പോയിന്റ്മെന്റ് ലെറ്ററും അഡ്വൈസ് ഓർഡറും ഒക്കെ PSCയിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് പോസ്റ്റലായിക്കൊണ്ട് വരുന്നു. അത് പോസ്റ്റ്മാൻ നിങ്ങൾക്ക് കൊണ്ടുതരുന്നു, അത് വാങ്ങുന്നു. ആ ഒരു പിന്നെ ചിത്രം ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു മാത്രം, വേറെ ഒരു ഉദ്ദേശമില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതാണ് ഞാൻ റിപ്പൺ സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന ഒരു ഫോട്ടോ. അപ്പൊ നിങ്ങൾക്കൊക്കെ ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്നുള്ളത് കൊണ്ടാണ് കാണിച്ചു തന്നത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ആക്ഷന്റെ റിയാക്ഷൻ ആണ് ഈ ഉള്ളതൊക്കെ. അതേപോലെ തന്നെ ഈ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ ഒരു ടാഗ് നമ്മൾ കഴുത്തിലിട്ട് നടക്കുന്നതും അതൊക്കെയാണ് നിങ്ങൾ പിന്നെ ഈ സമയത്ത് നല്ലതുപോലെ സ്വപ്നം കാണേണ്ടത്. സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, പിന്നെ സ്വപ്നം കാണുമ്പോൾ നമ്മളുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം എന്ന് APJ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉറങ്ങിക്കിടക്കുമ്പോൾ എണീറ്റ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം. അതേപോലെ ഒരു റിയാക്ഷൻ കൂടെ എനിക്ക് നിങ്ങൾക്ക് കാണിക്കാനുണ്ട്. അതുകൂടെ ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അതാരും സ്ക്രീൻഷോട്ട് എടുക്കരുത്. അതേപോലെ പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മാത്രം മതി. ഇതൊരു റിയാക്ഷൻ ആണ്. പിന്നെ ആ നോട്ട് എഴുതിയതിന്റെയും ആ പഠിച്ചതിന്റെയും ഒക്കെ ആക്ഷൻ ഉണ്ടല്ലോ, ആ ആക്ഷന്റെ വലിയൊരു റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടാൽ മാത്രം മതി. ഇതാരും
സ്ക്രീൻഷോട്ട് എടുക്കുകയോ പിന്നെ ഓക്കെ. അപ്പൊ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എന്റെ മെസ്സേജിലേക്ക് വന്ന ഒരു മെസ്സേജ് ആണ്, എല്ലാ മാസവും വരാറുണ്ട്. അതിലൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് മാത്രം. അപ്പൊ ഈ ലെവലിലേക്ക് നിങ്ങൾ എല്ലാവരും ഈ ലെവലിലേക്ക് എത്തണം എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് എല്ലാവരോടും പറയാനുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മേക്ക് എ പ്ലാൻ, നല്ല ഒരു വൃത്തിയുള്ള ഒരു പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഗോ അഹെഡ്, അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകണം. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ നസറാണ് പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു ഭാഗമാണ്, ഇൻഷാ അല്ലാഹ് ഒരു പിന്നെ അരമണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് നമുക്കിത് ഫിനിഷ് ചെയ്യാൻ കഴിയും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. നസർ ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിന്റെ വലിയ ഏരിയ എന്ന് പറഞ്ഞാൽ ഷിഅറാണ്, കവിതയാണ് അവിടെ കൂടുതൽ ഉണ്ടായിരുന്നത്. നസർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ നസറിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. നസർ ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ ഗദ്യ സാഹിത്യം എന്ന് പറയുമ്പോൾ അതിലുണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണ്? ഒന്ന് ഖുസ്ബിന് സഈദ അൽ ഇയാദി, നല്ല ഒരു പ്രഭാഷകനായിരുന്നു. അഖ്സം ബിനു സ്വൈഫി, അദ്ദേഹം ഉപമകളൊക്കെ പറഞ്ഞിരുന്നു, നല്ലൊരു തത്വജ്ഞാനിയായിരുന്നു. അംർ ബിനു മഅദ് യക്രീബ്. അപ്പൊ ഇത്രയും ആളുകളാണ് അവിടെ അന്ന് ഉണ്ടായിരുന്ന നസറിന്റെ ആളുകൾ. ഷിയറിന്റെ കുറെ ആൾക്കാരെ നമ്മൾ പറഞ്ഞു. ഇനി ഗദ്യ സാഹിത്യത്തിന്റെ ആളുകളാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ എഴുത്ത് തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ കഥ എഴുതുക, അതേപോലെ ഉപന്യാസങ്ങൾ എഴുതുക, ഈ രൂപത്തിലുള്ള നസർ അന്ന് തുടങ്ങിയിട്ടില്ല. അമവിയുടെ അവസാനത്തിലും അബ്ബാസിയയിലും ഒക്കെയാണ് കാര്യമായിട്ട് എഴുത്ത് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ ഷിഅറാണ് ഒരു 80% ഉള്ളത്. നസർ ഒരു 20-25% മാത്രമേ നസർ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ കുറച്ച് ആളുകൾ മാത്രമേ നസറിന്റെ ഭാഗത്ത് നമുക്ക് ഉള്ളൂ. നമുക്ക് നോക്കാം. ഖുസ്ബിന് സഈദ അൽ ഇയാദി, പിന്നെ അദ്ദേഹം വളരെ പ്രസിദ്ധനായ പ്രഭാഷകനാണ്. ഖതീബുൻ വ ശാഇറുൻ ജാഹിലിയുൻ, അദ്ദേഹം ചെറിയ ഒരു കവിയാണ്, അതിന്റെ കൂടെ തന്നെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രഭാഷകനാണ്. അഷ്ഹറു ഖുതബാ ഉൽ അറബ്, അറബികളിലെ ഏറ്റവും പ്രസിദ്ധനായ ഖതീബാണ് അദ്ദേഹം. കാന ഖതീബൻ വ ഖാദിയൻ വ ഹകീമൻ, തത്വജ്ഞാനിയാണ്. അവിടുത്തെ ഒരു ഖാദി എന്നുള്ള പോസ്റ്റ് ഉണ്ടല്ലോ, ജഡ്ജ് എന്നുള്ള പോസ്റ്റ്, അതിലൊക്കെ അദ്ദേഹം നിന്നിട്ടുണ്ട്. ഖതീബൻ അവിടുത്തെ പ്രഭാഷകനാണ്. ദീനുഹു നസ്റാനിയൻ, അന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാം വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന യഥാർത്ഥ ക്രൈസ്തവ മതത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണ് ഖുസ്ബിന് സഈദ. യഅതഖിദു തൗഹീദ് വയുഅ്മിനു ബിയൗമിൽ ഹിസാബ്, അദ്ദേഹം ഏകദൈവ ആരാധനയിൽ വിശ്വസിച്ചിരുന്നു. അതേപോലെ തന്നെ ഇനി രണ്ടാമതൊരു ജീവിതമുണ്ട്, യൗമുൽ ഹിസാബ് ഉണ്ട്, ഖിയാമത്ത് നാളിലും അന്ത്യദിനത്തിലും ഒക്കെ വിശ്വസിച്ചിരുന്ന ആളാണ് ഖുസ്ബിന് സഈദ അൽ ഇയാദി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നോക്കുക. അവ്വലു അറബിയുൻ ഖതബ മുതവക്കിഅൻ അലാ സൈഫി ഔ അസ്വൻ, അറബികളുടെ കൂട്ടത്തില് ആദ്യമായിട്ട് വടി കുത്തി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വാള് കുത്തി പിടിച്ചുകൊണ്ട് ഖുതുബ, പ്രസംഗം നിർവഹിച്ച ആദ്യത്തെ ആളാണ് ഖുസ്ബിന് സഈദ അൽ ഇയാദി എന്നുള്ളത്. അപ്പൊ നോക്ക നിങ്ങള്, പിന്നെ ഇന്നും നമുക്കറിയാം, നമ്മൾ മിമ്പറില് പിന്നെ ഖതീബുമാര് കയറുമ്പോ ഇന്നും നമ്മൾ കാണാറുണ്ട്, പിന്നെ ഈ ഒരു വാള് കുത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്നും പ്രസംഗിക്കാറുള്ളത്. അന്ന് റസൂലുള്ളാഹിയും അതേപോലെ അറബികളും അന്ന് കാണിച്ചിരുന്ന ഒരു ശൈലിയാണ് ആ ഒരു ശൈലി. അപ്പൊ ഈ വാള് കുത്തിപ്പിടിച്ചുകൊണ്ട് ആദ്യമായി പ്രസംഗിച്ച അദ്ദേഹമാണ്. അതേപോലെ അവ്വലു മൻ ഖാല അമ്മാ ബഅദ്, അമ്മാ ബഅദ് എന്നുള്ളത് പിന്നെ ഇന്നൊക്കെ നമ്മൾ അറബി പ്രസംഗം പറയുന്ന സമയത്ത്, പിന്നെ അതേപോലെ നമ്മൾ പ്രഭാഷണം തുടങ്ങുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. ഹംദു സ്വലാത്തും കഴിഞ്ഞാൽ അമ്മാ ബഅദ് എന്നുള്ള പ്രയോഗം ആദ്യമായി നടത്തിയത് ഖുസ്ബിന് സഈദയാണ്. അത് PSC ഇതിനു മുമ്പ് ചോദിച്ചതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ ലഹു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിൽ പിന്നെ ഖുസ്ബിന് സഈദയെ കണ്ടിട്ടുണ്ട്. ഇസ്ലാം വരുന്നതിന് മുമ്പ്, റസൂലുള്ളാഹിന്റെ 40 വയസ്സിന് മുമ്പ് അദ്ദേഹം പിന്നെ ഖുസ്ബിന് സഈദയെ കണ്ടിട്ടുണ്ട്. അതേപോലെ നബി ആയതിനു ശേഷം ഖുസ്ബിന് സഈദ അൽ ഇയാദിക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. റഹിമല്ലാഹു ഖുസ്സൻ, ഖുസ്സിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, കാരുണ്യം ചൊരിയട്ടെ.
കുസ്സിനെയും നമ്മളെയും ഒരു സമുദായമായി കൊണ്ട് അള്ളാഹു പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന രൂപത്തിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഖുസ് ബിൻ സാഇദ അൽ ഇയാദിയുടെ ഏറ്റവും ഫേമസ് ആയ വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളൊക്കെ ഖുസ്സിനെ നമ്മളൊക്കെ നെഞ്ചിലേറ്റുന്നത്, നമ്മളൊക്കെ ഖുസ്സിനെ ഇങ്ങനെ ഓർക്കാനൊക്കെ കാരണം ഈ വരികളാണ്. ചില PSC പരീക്ഷയിൽ 2017 ചോദ്യപേപ്പർ ഓർമ്മയുണ്ട്. 2017 LP എക്സാമും UP എക്സാമും ഒരേ വർഷം നടന്നു. പിന്നെ നമ്മളൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. ആ പ്രാവശ്യം നടന്ന സമയത്ത് ഒരേ വർഷം നടന്ന 2 ചോദ്യപേപ്പറിലും സെയിം ആയിട്ട് റിപ്പീറ്റഡ് ആയി വന്നൊരു ചോദ്യമായിരുന്നു. ഈ ഒരു ഡയലോഗ് പറഞ്ഞത് ആരാണ്? അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇസ്മഉ വഉ ഇന്നഹു മൻ ആശ മാത വമൻ മാത ഫാത വകുല്ലു മാ ഹുവ ആതിൻ ആത് ലൈലിൻ ദാജ് വനഹാരിൻ സാജ് എന്ന് പറയുന്ന ഈ ഒരു ഡയലോഗ് അത് അദ്ദേഹത്തിൻ്റെതാണ്, ഖുസ് ബിൻ സാഇദയുടെ. നമ്മൾ ഈ ഡയലോഗ് കീറി മുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കുറെ ബലാഗിയായ പ്രയോഗങ്ങൾ, അത് ഉച്ചരിക്കുമ്പോഴുള്ള മഹ്സനാത്തുൽ ലഫ്ലിയ കുറെ അടങ്ങിയിട്ടുണ്ട്. ഇനി അതിന്റെ ഉള്ളിലെ അർത്ഥം നോക്കുമ്പോൾ മഹ്സനാത്തുൽ മാനവിയയും ഒരുപാട് അടങ്ങിയിട്ടുള്ള നല്ല ഒരു പ്രഭാഷണമായിരുന്നു ഖുസ് ബിൻ സാഇദ നടത്തിയിരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ എപ്പോഴും നല്ല ബൈഹേർട്ടായിട്ട് പഠിക്കുക. യുഹന്നാസ് ഇസ്മഉ വഉ, ഇത് ആരുടെ വാക്കുകളാണ് എന്ന് PSCക്ക് ചോദിക്കാറുണ്ട്. ഖുസ് ബിൻ സാഇദ അൽ ഇയാദിയുടേതാണ്. അപ്പൊ ഖുസ് ബിൻ സാഇദ അൽ ഇയാദിയെ കുറിച്ച് കുറച്ച് പോയിന്റ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് PSCക്ക് ഇത്ര മതി എന്നുള്ളത് കൊണ്ടാണ്. അതിൽ ഞാൻ മെൻഷൻ ചെയ്ത് പറഞ്ഞ പോയിന്റുകൾ വൃത്തിയിൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി രണ്ടാമത്തെ ആളിലേക്ക് പോവുകയാണ്. അഖ്സം ഇബ്നു സ്വൈഫിയെ കുറിച്ചാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. നേരത്തെ ഖുസ്സിനെ പറഞ്ഞതുപോലെ തന്നെ കാന ഖതീബൻ വ ഹകീമൻ മിൻ അഹ്ലിൽ ഹിജാസ്, ഹിജാസിൽപ്പെട്ട ആളാണ് അദ്ദേഹം പ്രഭാഷകനാണ്, ഹക്കീം തത്വജ്ഞാനിയാണ്. ലുഖിബ ഹക്കീമുൽ അറബ്, അറബികളുടെ ഹക്കീം, അറബികളുടെ തത്വജ്ഞാനി എന്ന് അറിയപ്പെട്ടത് അദ്ദേഹമാണ്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അദ്ദേഹത്തിന് വേറെ ഒരു ലഖബ് ഉണ്ടായിരുന്നു, സ്വഹാബിയുൻ എന്നുള്ള ഒരു ലഖബും കൂടെ അദ്ദേഹത്തിനുണ്ട്. അവലുമൻ ഖാലൽ മസൽ, ആദ്യമായിട്ട് മസൽ പറഞ്ഞത്, ഉപമ പറഞ്ഞത് അദ്ദേഹമാണ്. അവലുമൻ തക്കല്ലമ അമാമ കിസ്റ, അവിടെയുള്ള പേർഷ്യൻ രാജാക്കന്മാർക്ക് മുമ്പിൽ പോയിക്കൊണ്ട് ആദ്യമായിട്ട് പ്രസംഗിച്ചത് അഖ്സം ഇബ്നു സ്വൈഫിയാണ്. കാല കിസ്റ അനുഷിർവാൻ, അനുഷിർവാൻ എന്ന പേർഷ്യൻ രാജാവ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ഒരു ഡയലോഗാണ്, ലൗ ലം യകുൻ ലിൽ അറബി ഗൈറുഹു ലകഫ, അറബികൾക്ക് വേറെ ആരും വേണ്ട, അദ്ദേഹം മാത്രമേ അറബികൾക്കുള്ളൂ എങ്കിലും അത് തന്നെ ധാരാളം. അഖ്സം ഇബ്നു സ്വൈഫിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം. അംർ ഇബ്നു മഅദ് യക്രിബിനെ കുറിച്ചാണ്. ഖുസ് ബിൻ സാഇദയെ കുറിച്ചും അഖ്സം ഇബ്നു സ്വൈഫിയെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് അംർ ഇബ്നു മഅദ് യക്രിബാണ്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഖുസ് ബിൻ സാഇദ ഇയാദിയെ കുറിച്ചാണ് PSC എപ്പോഴും ചോദിക്കാറുള്ളത് നസറിൽ നിന്ന്. രണ്ടാമത്തെ അഖ്സം ഇബ്നു സ്വൈഫിയെ കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടില്ല. അംർ ഇബ്നു മഅദ് യക്രിബിനെ കുറിച്ചും ചോദിക്കാറില്ല. ആ രൂപത്തിൽ ഇമ്പോർട്ടന്റ് ഏതാണോ അതനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാൻ. ഖതീബുൽ അറബ് വശാഇറുൻ ജാഹിലിയ, അദ്ദേഹം ചെറിയൊരു കവിയാണ്, അതിന്റെ കൂടെ നല്ല ഒരു ഖതീബാണ്. ബത്തുലുൻ ഫിൽ ഖാദിസിയ, ഖാദിസിയ യുദ്ധത്തില് അദ്ദേഹം പങ്കെടുത്ത് ആ യുദ്ധത്തിലെ ഹീറോ ആയിരുന്നു അദ്ദേഹം. ലുഖ്തിബ ഫാരിസുൽ അറബ്, അറബികളുടെ പടയാളി എന്ന് അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഷഹീദ ഫിൽ ഖാദിസിയ, അദ്ദേഹം നമ്മൾ ഈ പറഞ്ഞ ഖാദിസിയ യുദ്ധത്തില് ഷഹീദായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നസറില് നമുക്ക് 3 ആളുകളെ കുറിച്ച് പഠിക്കാനുള്ളത്. ഖുസ്സിനെ കുറിച്ച് നിങ്ങൾ കാര്യമായിട്ട് പഠിക്കണം, എന്നാൽ മറ്റുള്ള ആളുകളെ കുറിച്ച് കുറച്ച് ഷോർട്ടാക്കിയിട്ട് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു ചോദ്യം തരികയാണ്, ആ ചോദ്യത്തിന് നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്യുക. ഈ ചോദ്യവും ഈ നോട്ടൊക്കെ നേരത്തെ തന്നതാണ്, എന്നാലും നോക്കരുത്, ഇവിടെ നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ഷാഇറുൻ മഷ്ഹൂറുൻ ഫിൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു കവി ഇതിൽ ആരാണ് എന്നതാണ് ചോദ്യം.
അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത് PSCക്ക് ചോദിച്ച മുമ്പത്തെ ഒരു ചോദ്യമാണ്. അപ്പൊ അത്ര സിമ്പിൾ ആയിട്ടൊക്കെ ചോദ്യങ്ങൾ വരും, റിസ്ക് ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, അതിന്റെ കൂട്ടത്തിൽ സിമ്പിൾ ആയ ചോദ്യങ്ങളും ഉണ്ടാവും. ഇതിന് ആദ്യം ആൻസർ ചെയ്തിട്ടുള്ളത് മുഹ്സിൻ എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ്, പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമുക്കറിയാം സുഹൈർ ഇബ്നു അബി സലമയാണ് അതിന്റെ ആൻസർ. ബാക്കിയുള്ള ആളുകൾ അഹമ്മദ് ഷോക്കി, അത് അസ്വറുൽ ഹദീസാണ്. അബൂ തമാം ബുസൂരിയും അബ്ബാസിയ കാലഘട്ടമാണ്. അപ്പൊ ഇതില് ജാഹിലിയ കാലഘട്ടത്തിലെ പിന്നെ കവി സുഹൈർ ഇബ്നു അബി സലമയാണ്. അപ്പൊ നമ്മള് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അസ്ലുൽ ലുആ അൽ അറബിയ എന്നുള്ള ടോപ്പിക്കാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. അപ്പൊ നമ്മൾ മുഅല്ലഖയുടെ ആളുകളെ നമ്മൾ പഠിച്ചു, അതേപോലെ നസറു പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് അസ്ലുൽ ലുആ അൽ അറബിയയാണ്. ഇതും കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അവസാനമായിട്ട് നമ്മൾ എല്ലാത്തിനും ശേഷം ഇൻഷാ അല്ലാഹ് സ്വാലിഖ് എന്നുള്ള ചെറിയൊരു ടോപ്പിക് കൂടെ നമ്മൾ കവർ ചെയ്യും. സ്വാലിഖിൽ നിന്ന് PSCക്ക് ഒട്ടും ചോദ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ആ ഏരിയ അവസാനത്തിലേക്ക് ഞാൻ വെച്ചത്. ഇമ്പോർട്ടൻസ് കുറവാണ് എന്നുള്ളത് കൊണ്ടാണ്. അസ്ലുൽ ലുആ അൽ അറബിയയിൽ നമുക്ക് പഠിക്കാനുള്ളത് അറബി ഭാഷയുടെ ബേസിക് ആയ കുറച്ച് പ്രത്യേകതകൾ. അത് നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. അതിന്റെ കൂടെ ജാഹിലിയ കാലഘട്ടത്തിന്റെ ചരിത്രപരമായ കുറച്ച് കാര്യങ്ങൾ, ഇത്ര മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. ലുആ അൽ അറബിയ, അറബി ഭാഷയുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇഹ്ദൽ ലുആത്തി സമീയ, സെമിറ്റിക് ഭാഷയാണ്, എല്ലാവർക്കും അറിയാം. അബുൽ ലുഅത്തുൽ അറബിയ, അറബി ഭാഷയുടെ പിതാവ്, ഇത് ചോദിക്കാറുണ്ട്. യുഅറബ് ഇബ്നു ഖഹ്താൻ ആണ് അറബി ഭാഷയുടെ പിതാവ്. ഇത് ഞാൻ അടിച്ചു മിന്നി പോകുന്നത് എല്ലാവർക്കും അറിയുന്ന, എപ്പോഴും കേൾക്കുന്ന പോയിന്റുകളാണ്. അറബി ഭാഷയില് തന്നെ ഏറ്റവും മുന്തി നിൽക്കുന്ന ഭാഷ തഗലബത്തു മിൻഹാ ലുഅത്തുൽ ഖുറൈശ്, ഖുറൈശികളുടെ അറബിയാണ് ഏറ്റവും പിന്നെ നല്ല അറബി എന്ന് പറയുന്നത്. അത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയല്ലോ, കോട്ടയത്തൊക്കെയാണ് കുറച്ചുകൂടെ നല്ല മലയാളം ഉള്ളത്. ഞങ്ങൾ മലപ്പുറക്കാരെ പറ്റിയൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ ഭാഷ കുറച്ച് മാറ്റം ഉണ്ട് എന്നുള്ളത്. അതേപോലെ അറബികളില് ഖുറൈശികളുടെ ഭാഷയാണ് ഏറ്റവും മുന്തി നിൽക്കുന്നത്. നസലൽ ഖുർആൻ ബിലുഗത്തിൽ ഖുറൈശ്, ഖുറൈശികളുടെ ഭാഷയിലാണ് പിന്നെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ബേസിക്കായി നമുക്ക് അറിയുന്നതാണ്. എന്നാൽ PSCക്ക് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല കേട്ടോ. ഇനി അറബികൾക്കിടയില് മിൻ തൊബഖാത്തിൽ അറബ്, അറബികൾക്കിടയില് പല വിഭാഗങ്ങൾ, തൊബക്കകൾ, തട്ടുകളാക്കിക്കൊണ്ട് തരംതിരിച്ചിട്ടുണ്ട്. അതൊന്ന് ബാഇദ, ഒന്ന് ആരിബ, ഒന്ന് മുസ്തഅരിബ. ഇതിന്റെയൊക്കെ വിശേഷണങ്ങളുണ്ട്, ഇതിന്റെയൊക്കെ പ്രത്യേകതകളുണ്ട്. ഇതൊന്നും ഇന്ന് വരെ PSCക്ക് ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്താത്തത്. അറബികളെ 3 തട്ടുകളാക്കിക്കൊണ്ട്, തൊബക്കകളാക്കിക്കൊണ്ട് തരംതിരിച്ചു. ബാഇദ, ആരിബ, മുസ്തഅരിബ. അറബികൾക്കിടയില് മമാലീക്കുകൾ ഉണ്ടായിരുന്ന രാജവംശങ്ങളാണ്. 1 അൽ മനാദിറ, 2 അൽ ഖസാസന, 3 അൽ കിന്ദ. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാജവംശങ്ങളാണ്. ഇത് നമുക്കറിയാം. മനാദിറ എന്നുള്ള രാജവംശമാണ് പിന്നെ ഇമ്രുൽ ഖൈസിന്റെ വാപ്പാനെ കൊല്ലാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അതേപോലെ കിന്ദ, കിന്ദ എന്ന് പറയുന്നത് ഇമ്രുൽ ഖൈസിന്റെ പിന്നെ കുടുംബത്തിന്റെ ആ ഒരു ഗോത്രമാണ്, ആ ഒരു വർഗമാണ് കിന്ദ എന്ന് പറയുന്ന രാജവംശം. 3 രാജവംശങ്ങളാണ് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നത്. ഇനി അൽ ഹുറൂബുൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങൾ. ഇത് PSCക്ക് ചോദിച്ചിട്ടുണ്ട്, PSCക്കും കേഡറിനൊക്കെ നിരന്തരം ചോദിക്കുന്ന ഭാഗമാണ്. അയ്യാമുൽ അറബ്, അറബികൾക്കിടയിലെ അയ്യാമ് എന്ന് ഉദ്ദേശിക്കുന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങളെയാണ് അയ്യാമുൽ അറബ് എന്ന് പറയാം. അന്ന് ചോദ്യം ചോദിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, ലൈസത്ത് മിൻ അയ്യാമുൽ അറബ്, അയ്യാമുൽ അറബിൽ പെടാത്തത് ഏതാണെന്നുള്ളത്. അപ്പൊ അറബികൾക്കിടയിൽ നടന്ന മുഴുവൻ യുദ്ധവും അവിടെ ഉദ്ദേശിക്കുന്നില്ല. അയ്യാമുൽ അറബ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങളെയാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 2 വാക്കും പ്രധാനപ്പെട്ടതാണ്. 1 ഹറബുൽ ബസൂസ്, ബസൂസ് എന്ന് പറയുന്ന യുദ്ധം. അപ്പൊ നമ്മൾ നോക്കുക, യുദ്ധങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ പിന്നിൽ കുറെ രസകരമായ കഥകളൊക്കെ ഉണ്ട്. ഒരു PSC ഒരു ക്രാഷിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഒരു പെട്ടെന്നുള്ള ഒരു PSC പഠനത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ കുറെ കഥകളും കുറെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും പഠിച്ചിട്ട് കാര്യമില്ല. അതിന് പുറമെ ആയിക്കൊണ്ട് PSC എങ്ങനെയാണ് അതിൽ നിന്ന് ചോദിക്കുക എന്നുള്ള പോയിന്റ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഹർബുൽ ബസൂസ് പിന്നെ ഒരു ഒട്ടകത്തിനെ കൊന്ന ഒരു ചരിത്രത്തിൽ നിന്ന് തുടങ്ങിയ ഒരു ചെറിയൊരു യുദ്ധമാണ്. യുസമ്മ ഹറബുൽ ബത്റാ. 2 പേരുണ്ട്, ഒന്ന് ഹറബുൽ ബസൂസ് എന്നറിയപ്പെടുന്നു, ഹറബുൽ ബത്റാ.
രണ്ട് പേരുകൾ ഈ യുദ്ധത്തിനുണ്ട്. ഇത് ഏതൊക്കെ ഗോത്രങ്ങൾ തമ്മിലാണ്? ബിക്റും തഅലബും തമ്മിലാണ് ഈ യുദ്ധം നടന്നിട്ടുള്ളത്. അതിലെ ബത്തുല്, ഈ യുദ്ധത്തിലെ ബത്തുല് മുഹൽഹലാണ്. മുഹൽഹൽ ആരാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇംറുൽ ഖൈസിന്റെ അമ്മാവനാണ്. അതിന്റെ കൂടെ അവലുമൻ ഖാലൽ ഖസീദ, ആദ്യമായി കൊണ്ട് ഖസീദ പാടിയ ആള്, അത് മുഹൽഹലാണ്. ഈ യുദ്ധത്തിലെ മുഹൽഹലായിരുന്നു ഈ യുദ്ധത്തിന്റെ ഹീറോ. രണ്ടാമത്തെ യുദ്ധമാണ് ഹറബു ദാഹിസ് വൽ ഗബ്റാ. ദാഹിസ് വൽ ഗബ്റാ എന്ന യുദ്ധമാണ് രണ്ടാമത്തെ യുദ്ധം. യുസമ്മ ഹറബു സിബാഖ്. ഈ യുദ്ധം അറിയപ്പെടുന്ന പേര് ഹറബു സിബാഖ് എന്നുള്ളതാണ്. അപ്പൊ ഒരു മത്സരം എന്ന പേരില് ഈ യുദ്ധം അറിയപ്പെടാനുള്ള കാരണം എന്താ? ഇത് ഈ രണ്ട് കുതിരകൾ തമ്മിലുള്ള പന്തയം വെച്ചതാണ്. രണ്ട് കുതിരകൾ തമ്മിലുള്ള മത്സരം വെച്ചതാണ്. ആ മത്സരത്തിൽ വന്ന ഭിന്ന അഭിപ്രായങ്ങളാണ് 40 വർഷത്തോളം നീണ്ടുനിന്ന ഈ യുദ്ധത്തിലേക്കൊക്കെ നയിച്ചിട്ടുള്ളത്. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് ഈ യുദ്ധത്തിലെത്തുന്നത്. ചാറ്റിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ, സ്ക്രീൻ കാണാത്തവര് ഒന്ന് ലോഗൗട്ട് ചെയ്തിട്ട് വീണ്ടും ലോഗിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് യുദ്ധങ്ങളെ കുറിച്ചാണ്. ആദ്യം ഹറബുൽ ബസൂസ് പറഞ്ഞു, രണ്ടാമത് ഹറബ് ദാഹിസ് വൽ ഗബ്റാ. ദാഹിസ് എന്നത് ഒരു കുതിരയുടെ പേരാണ്, ഗബ്റാ എന്നത് ഒരു കുതിരയുടെ പേരാണ്. ഈ കുതിരകൾ തമ്മിലുള്ള മത്സരത്തിന്റെ കശപിശയാണ് 40 വർഷത്തോളം നീണ്ടുനിന്ന ഈ വലിയ യുദ്ധത്തിലേക്ക് എത്തിയത്. യുദ്ധത്തിന്റെ മറ്റൊരു പേര് ഹറബു സിബാഖ് എന്നതാണ്, മത്സരം എന്നതാണ്. മറ്റൊരു പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. അബസും ദുബിയാനും, രണ്ട് പ്രധാനപ്പെട്ട രണ്ട് ഗോത്രങ്ങളാണ് അബസും ദുബിയാനും. ഈ രണ്ട് ഗോത്രങ്ങൾ തമ്മിലാണ് ഈ യുദ്ധം നടന്നത്. ദാമത് ഇല 40 സന. ഇത് 40 വർഷത്തോളമാണ് ഈ യുദ്ധം നീണ്ടു നിന്നിട്ടുള്ളത്. ഇനി അതിലെ ബത്തുല് ഷിദാദ് അൽ അബസിയാണ്. അതിലെ ബത്തുല്, ആ ഒരു യുദ്ധത്തിലെ ഹീറോ ആയിട്ട് അറിയപ്പെടുന്നത് അൻതറയാണ്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ്. ഇനി ഹറബ് ദിൽഖാർ. ദിൽഖാർ എന്നറിയപ്പെടുന്ന യുദ്ധമാണ്. അത് അറബികളും പേർഷ്യക്കാരും അറബികളും തമ്മിൽ നടന്ന യുദ്ധമാണ് ജാഹിലിയ കാലഘട്ടത്തിൽ. മുൻപ് ഒരു ചോദ്യം വന്ന സമയത്ത് അയ്യാമുൽ അറബിൽ പെടാത്തത് ഏതാണ് എന്ന് ചോദിച്ചപ്പോ ഒന്ന് ബസൂസും ഒന്ന് ദാഹിസ് വൽ ഗബ്റാവും ഒന്ന് ദിൽഖാറുമായിരുന്നു അതില് ഓപ്ഷൻ ഉണ്ടായിരുന്നത്. നാലാമത്തെ ഒരു ഓപ്ഷൻ ഖാദിസിയ യുദ്ധമാണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാതും യുദ്ധം തന്നെയാണ്. പക്ഷെ ജാഹിലിയ കാലഘട്ടത്തിലേത് ദിൽഖാറും ദാഹിസ് വൽ ഗബ്റാവും അത് ബസൂസുമാണ്. എന്നാൽ ഖാദിസിയ ജാഹിലിയ കാലഘട്ടത്തിലല്ല. ആ ഒരു മാറ്റമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് ഹറബുൽ ഫുജാർ. അൽ ഫുജാർ എന്ന് പറയുന്ന യുദ്ധം. ഈ യുദ്ധത്തെ കുറിച്ച് PSCക്ക് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. പക്ഷെ ഇതിലൊരു പോയിന്റ്, ഹറബുൻ വഹീദുൻ ഷാറക ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല നുബുവ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിനു മുമ്പ് പങ്കെടുത്ത ഒരേ ഒരു യുദ്ധം ഹറബുൽ ഫുജാർ എന്ന് പറയുന്ന ഈ യുദ്ധമാണ്. ബൈന ഖബീലത്ത്, ഇത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലാണ്. കിനാനയും കൈസും, രണ്ട് ഗോത്രങ്ങൾ തമ്മിലാണ് ഈ യുദ്ധം നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ യുദ്ധങ്ങളുടെ ഏരിയ അവസാനിപ്പിക്കുകയാണ്. ബസൂസ് ഉണ്ട്, ദാഹിസ് വൽ ഗബ്റാ ഉണ്ട്, ദിൽഖാർ ഉണ്ട്, ഹറബുൽ ഫുജാർ ഉണ്ട്. ഈ 4 യുദ്ധങ്ങളും കൂടെ അറിയപ്പെടുന്നതാണ് അയ്യാമുൽ അറബ് എന്ന പേരിൽ. ഇത്രയും പോയിന്റുകൾ മാത്രം നമ്മൾ ഓർത്തു വെക്കുക. ഇനി ഞാൻ അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ്. അസ്വാഖുൽ അറബ്, അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന സൂക്കുകള്, അങ്ങാടികള്, മാർക്കറ്റുകളാണ് പറയാനുള്ളത്. അപ്പൊ അങ്ങാടികളെ കുറിച്ച് വിശദമായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പോയിന്റുകൾ മാത്രമാണ് നമുക്ക് ചോദിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് ഈ അങ്ങാടികളെ കുറിച്ചൊക്കെ നമ്മളുടെ അദബില് പഠിക്കാനുള്ള കാരണം? അപ്പോ അദബിനെ വളർത്തിയെടുത്ത ഒരു ഏരിയയാണ് അവിടെ ഉണ്ടായിരുന്ന അങ്ങാടികൾ. കാരണം പറയാൻ കുസ്സുബിന് സായിദ അൽ ഇയാദി, അദ്ദേഹം വന്ന് പ്രസംഗിച്ച ഒരു ഇടമാണ് അവിടെ ഉണ്ടായിരുന്ന ഉക്കാല ചന്ത. ഉക്കാല ചന്തയിൽ ആളുകൾ കൂടുമ്പോ പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗം വളർന്നത് നമുക്ക് പറയാൻ പറ്റും ഈ ചന്തയിൽ നിന്നാണ്. അതേപോലെ തന്നെ ഇംറുൽ ഖൈസ് ഈ ചന്തകളിൽ വന്നിട്ട്, അങ്ങാടികളിൽ വന്നിട്ട് പാട്ടുപാടുമായിരുന്നു, കവിത പാടുമായിരുന്നു. ആ കവിതയെ വളർത്തിയ സ്ഥലമാണ്.
നാബിഅ ദുബിയാനി പിന്നെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നാഖിദായിരുന്നു. നാബിഅ ദുബിയാനി നഖ്ദ് നടത്തിയിരുന്ന സ്ഥലമാണ് ഉക്കാള ചന്ത. അപ്പൊ അദബിനെ വളർത്തിയെടുത്ത സ്ഥലങ്ങളാണ് അവിടുത്തെ അങ്ങാടികൾ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങാടികളെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സാഹിത്യം നമ്മൾ പറയുമ്പോൾ അങ്ങാടികളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരു ബന്ധം അവിടെ ഇല്ല. ജാഹിലിയത്തിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അതിലാദ്യമായിക്കൊണ്ട് ഉക്കാൾ എന്ന് പറയുന്ന പിന്നെ മാർക്കറ്റ്, ചന്തയെ കുറിച്ചാണ് പറയാനുള്ളത്. ഇന്നും ഈ പേര് വളരെ ഫേമസ് ആണ്. എന്റെ നാട്ടില് എടക്കരയിൽ ഒരു ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പിന്റെ പേര് ഉക്കാശ എന്നാണ് ആ ഷോപ്പിന്റെ പേര്. അപ്പൊ ഈ പേരിൽ നിന്നാണ് ആ പേര് അവരിട്ടിട്ടുള്ളത്. അപ്പൊ ഇന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരു പേര് തന്നെയാണ് ഉക്കാൾ എന്നുള്ളത്. അത് മലിക്കത്തുൽ അസ്വാഖ്, PSCക്ക് മുമ്പ് ചോദിച്ച ചോദ്യമാണ്. മലിക്കത്തുൽ അസ്വാഖ്, അങ്ങാടികളുടെ പിന്നെ നേതാവായിട്ട് രാജാവായിട്ടൊക്കെ അറിയപ്പെടുന്നത് ഉക്കാള ചന്തയാണ്. അഷ്ഹുറുഹും, ആ ഒരു എല്ലാ ചന്തകളിലും എല്ലാ അങ്ങാടികളിലും ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഉക്കാള ചന്തയാണ്. ദുൽഖഅദ് മാസത്തില്, അതായത് ഒരു വർഷത്തിന്റെ ഏറ്റവും എൻഡിലേക്കൊക്കെ എത്തുമ്പോഴാണ്, ദുൽഖഅദ് മാസത്തിലെ 1 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലാണ് ഉക്കാള ചന്ത പ്രവർത്തിക്കാറുള്ളത്. അതുകൂടെ ഓർത്തു വെക്കുക. ഉക്കാള ചന്ത സ്ഥിതി ചെയ്യുന്നത് തോയിഫിന്റെയും നഹ്ലയുടെയും ഇടയിലായിക്കൊണ്ടാണ് ഉക്കാള ചന്ത സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് PSC ചോദിച്ചത് അത് നടക്കുന്നത് എപ്പോഴാണ്, ഏത് മാസത്തിലാണെന്നോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് PSC ചോദിച്ചിട്ടില്ല. നേരെ മറിച്ച് മലിക്കത്തുൽ അസ്വാഖ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ താഴെ കൊടുത്തവയിൽ ഏതാണ് ജാഹിലിയ കാലഘട്ടത്തിലെ മാർക്കറ്റ്, ഏതാണ് സൂക്ക് എന്ന രൂപത്തിൽ ബേസിക് ആയ ചോദ്യങ്ങളാണ് അസ്വാഖിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിക്കൊണ്ട് അൽ മജന്ന, രണ്ടാമത്തെ ആണ് അൽ മജന്ന. അത് ദുൽഖഅദ് മാസത്തിൽ തന്നെ അശറത അയ്യാം മിൻ ആഖിരിഹി, ഏറ്റവും അവസാനത്തെ 10 ദിവസത്തിലാണ് അൽ മജന്ന എന്നുള്ള സൂക്ക് പ്രവർത്തിക്കാറുള്ളത്. എന്തുകൊണ്ടാണ്? ആദ്യത്തെ 20 ദിവസമാണ് ഉക്കാള ചന്ത ഉണ്ടാവാറുള്ളത്. അത് കഴിഞ്ഞുള്ള 10 ദിവസമാണ് അൽ മജന്ന എന്നുള്ള ഈ ഒരു സൂക്ക് പ്രവർത്തിക്കാറുള്ളത്. ഇനി മൂന്നാമതായിക്കൊണ്ട് ദിൽ മജാസ്. ദുൽ മജാസ് എന്ന് പറയുന്നത് അത്ര ഉക്കാളയുടെ അത്ര ഫേമസ് ആയിട്ടല്ല, ജാഹിലിയ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു പിന്നെ മാർക്കറ്റാണ്. യക്കാവു എവിടെയാണ്? അറഫയുടെ അടുത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നിങ്ങൾ അസ്വാക്കുകളെ കുറിച്ച് പഠിക്കാനുള്ളത്. അതിൽ തന്നെ ഉക്കാള ചന്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഓർത്തു വെക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട്, ജാഹിലിയ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു 3-4 പോയിന്റുകൾ കൂടെ പറയാനുള്ളത്. അഖ്ദമു ആസാറുൽ അദബിയ, അറബി സാഹിത്യത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ഇനം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാതും ഉണ്ട്. ഖുതുബയുണ്ട്, അതേപോലെ കുറെ അദബിന്റെ ഇനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പഴക്കം ചെന്നത് ഷിഅറാണ്. ഇത് ഇപ്പോഴത്തെ PSCക്കൊന്നും ഈ പോയിന്റ് ചോദിക്കാറില്ല. പണ്ട് കുറെ മുമ്പത്തെ PSCക്കൊക്കെ ചോദിച്ചിരുന്ന പോയിന്റ് ആണ്. ആ ഷിയറിൽ കുറെ ബഹറുകളുണ്ട്. അഖ്ദമു ബഹൂരി ഷിഅരിയ, ബഹറുകളില് ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും ആദ്യം ഉപയോഗിച്ച ബഹർ, ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും ആദ്യത്തെ ബഹർ റജിസ് എന്ന് പറയുന്ന ബഹറാണ്. അതുകൂടെ ഓർത്തു വെക്കുക. ഇനി അതേപോലെ തന്നെ ഷിയർ നമ്മൾ പറയുന്ന സമയത്ത് ഷിയറിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഷിയറു കലാമുൻ മൗസൂൽ വഖഫ എന്നുള്ള ഈ ഡെഫിനിഷൻ പറഞ്ഞത് ഖുദാമത്ത് ഇബ്നു ജാഫർ ആണ്. അതും എല്ലാവർക്കും അറിയാം, ജസ്റ്റ് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അതേപോലെ ആ ഷിയറു ദീവാനുൽ അറബ്, അറബികളുടെ ദീവാനാണ് ഷിയർ എന്ന് പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഇത് ജാഹിലിയ കാലഘട്ടത്തിലെ അസ്ലുൽ ലുഗത്തുൽ അറബിയ എന്ന ഭാഗത്തിലെ കുറെ വലിയ ഏരിയകളുണ്ട്. ആ ഏരിയകളിലൊക്കെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു 3-4 പോയിന്റ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊന്നും PSCക്ക് ഞാൻ കണ്ടിട്ടില്ല, നേരെ മറിച്ച് കുറെ പണ്ടുള്ള ചോദ്യപേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്. അപ്പൊ നമുക്കിനി അടുത്തതായിട്ട് എടുക്കാനുള്ള ഒരു ഏരിയ ആണ് അശ്വറാഉ സ്വാലീഖ് എന്നുള്ള ഈ ഏരിയ. ജാഹിലിയ കാലഘട്ടത്തെ ഞാന് പിന്നെ 4 ഭാഗങ്ങളാക്കിയിട്ടാണ് തരംതിരിച്ചത്. ഒന്ന് അസ്ലുൽ ലുഅൽ അറബിയാണ്, അത് നമ്മൾ പൂർത്തിയാക്കി. രണ്ടാമത്തേത് മുഅല്ലഖാത്തുകളാണ്, 10 മുഅല്ലഖയുടെ ആളുകളെ കുറിച്ചാണ്, അതും കംപ്ലീറ്റ് ചെയ്തു.
മൂന്നാമത്തേത് നസറാണ്. ഖുസ്ബിൻ സായിദ് അലിയാദിയെ പോലെ 3 ആളുകളെ പഠിച്ചു. നാലാമത്തെ ഒരു ഏരിയ അശ്ശുഅറാഉ സ്വാലീഖ് എന്നുള്ള ഏരിയ ആണ്. ഇതിൽ നിന്ന് നെറ്റിന് കണ്ടമാനം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. PSCക്ക് ചോദ്യങ്ങൾ കുറവാണ്. അത് PSCയുടെ സിലബസിന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാത്ത ഭാഗങ്ങളാണ് അശ്ശുഅറാഉ സ്വാലീഖ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രാധാന്യം കുറച്ച് ലേശം പഠിച്ചാൽ മതി. PSCക്ക് ഡയറക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ്. അതില് 3 ആളുകളെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. തഅബത്ത് ഷർറ്, ഷെൻഫറ, അതേപോലെ തന്നെ ഉർവത്ത് ഇബ്നുൽ വർദ്. 3 ആളുകളെ കുറിച്ച് സിമ്പിൾ ആയിട്ട് നോക്കാം. തഅബത്ത് ഷർറ് ഹുവ സാബിത്ത് ബിൻ ജാബിർ അൽ ഫഹ്മി. തഅബത്ത് ഷർറിന്റെ മുഴുവൻ പേര് സാബിത്ത് ബിൻ ജാബിർ അൽ ഫഹ്മിയാണ്. ലുഖിബ തഅബത്ത് ഷർറൻ, അദ്ദേഹം അറിയപ്പെട്ട ലഖബാണ് തഅബത്ത് ഷർറ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഖാലുഹു ഷെൻഫറ, അദ്ദേഹത്തിന്റെ ഖാലാണ് ഷെൻഫറ. ഖസീദത്തുഹു ഫി ബഹരി ബസീത്ത്, അദ്ദേഹത്തിന്റെ തഅബത്ത് ഷർറിന്റെ പിന്നെ ഒരു ഖസീദൊക്കെ വരുന്നത് ബസീത്ത് ബഹറിലാണ് അതിന്റെ ഖസീദ വന്നിട്ടുള്ളത്, അതിന്റെ വരികൾ വന്നിട്ടുള്ളത്. അപ്പൊ തഅബത്ത് ഷർറിനെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പോയിന്റുകൾ മാത്രം നമ്മൾ നോക്കുക. ഇനി രണ്ടാമത്തത് ഷെൻഫറയാണ്. ഷെൻഫറയെ കുറിച്ച് പറയുമ്പോൾ ഹുവ സാബിത്ത് ബിൻ ഔസ് അൽ അസദി, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് സാബിത്ത് ബിൻ ഔസ് അൽ അസദിയാണ്. ലുഖിബ ഷെൻഫറ, അദ്ദേഹം അറിയപ്പെട്ട പേരാണ് ഷെൻഫറ എന്നുള്ളത്. ലി അൽമി ഷഫത്തിഹി, അദ്ദേഹത്തിന്റെ ഈ ആ വൈരൂപ്യം കാരണം, ചുണ്ടിന്റെ വലുപ്പം കാരണമാണ് ആ ഒരു പേര് കിട്ടിയിട്ടുള്ളത്. ഇന്നത്തെ കാലത്തൊന്നും ഇങ്ങനത്തെ പേരുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ കേസായിട്ട് മാറും. അന്ന് ഉണ്ടായിരുന്ന ഓരോ ശീലങ്ങൾ. ഇബ്നു ഉഖ്തിഹി, അദ്ദേഹത്തിന്റെ ഉമ്മാവന്റെ മകനാണ് തഅബത്ത് ഷർറ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ തഅബത്ത് ഷർറും ഇപ്പോൾ പറഞ്ഞ ഷെൻഫറയും തമ്മിലുള്ള ബന്ധമാണ്. ഇബ്നു ഉഖ്തിഹി, ഷെൻഫറയുടെ അമ്മാവന്റെ പിന്നെ ഉഖ്തിന്റെ പിന്നെ മകനാണ്, സഹോദരിയുടെ മകനാണ് തഅബത്ത് ഷർറ്. ഈ ഒരു പേരും ഈ ഒരു പിന്നെ പ്രത്യേകതയും നമ്മൾ ഓർത്തു വെക്കണം. ഇനി ഈ 3 ആളുകളുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ പിന്നെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഖസീദകളൊക്കെ വന്നത് ഷെൻഫറക്കാണ്. പ്രത്യേക ഒരു കാര്യം, നിങ്ങൾ ചാറ്റിൽ അധികം കാര്യങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും. അതും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വരും ക്ലാസ്സിലും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോ 3 ആളുകളാണ് സ്വാലീഖിലുള്ളത്. അതിൽ തന്നെ മുഅല്ലഖയോടൊക്കെ ചേർത്ത് വെക്കാൻ പറ്റുന്ന, മുഅല്ലഖയുടെയൊക്കെ ദറജയിലേക്ക് നമുക്ക് വെക്കാൻ പറ്റുന്ന വരികളാണ് ഷെൻഫറയുടേതുള്ളത്. ഒന്ന് ലാമിയത്തുൽ അറബ്. ലാമിയത്തുൽ അറബ് പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഖസീദയാണ്. ഇപ്പൊ മുഅല്ലഖിന്റെ ലെവലിലേക്ക് എത്തുന്ന ഒരു ഖസീദയാണ് ലാമിയത്തുൽ അറബ്, അറബികളുടെ ലാമിയത്ത് എന്നറിയപ്പെടുന്നത്. അത് പിന്നെ തൊവീൽ ബഹറിലാണ് എഴുതപ്പെട്ടത്. ലാമിൽ അവസാനിക്കുന്നത് കൊണ്ടാണ് ലാമിയത്തുൽ അറബ് എന്നുള്ള പേര് അതിന് വന്നിട്ടുള്ളത്. 68 വരികളാണ് അതിന് ഉള്ളത്. കാല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, അല്ലമു ഔലാദുക്കും ഖസീദത ഷെൻഫറ, ഷെൻഫറയുടെ ഖസീദ അത് നിങ്ങൾ നിങ്ങളുടെ മക്കളെയൊക്കെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. ഇതിന് കാരണം എന്താണ്? അതിൽ അത്രത്തോളം തത്വജ്ഞാനങ്ങളൊക്കെ നല്ല ഉപദേശങ്ങളൊക്കെ അടങ്ങിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ തഅബത്ത് ഷർറ്, ഷെൻഫറ, ഈ 2 ആളുകളെ നിങ്ങൾ നോക്കുക. പിന്നെ ഇതിൽ വന്ന ചാറ്റിൽ വന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ചോദ്യങ്ങള് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക, തഅബത്ത് ഷർറ്, ഷെൻഫറ, ഉർവത്ത് ഇബ്നുൽ വർദ്, ഈ 3 ആളുകളെ കുറിച്ച് വളരെ 1-2 പോയിന്റ് മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത് തന്നെ യെല്ലോയിൽ മെൻഷൻ ചെയ്ത ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ആ ഒരു യെല്ലോയിൽ മെൻഷൻ ചെയ്ത ആ പോയിന്റിന് അപ്പുറത്തേക്ക് ഒരു കാര്യവും ഇക്കഴിഞ്ഞ 10 വർഷമായിട്ട് ഒട്ടും PSCയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഈ ആളുകളെ പഠിക്കുമ്പോൾ തഅബത്ത് ഷർറ് ആണെങ്കിൽ 2 പോയിന്റ് മാത്രം, ഷെൻഫറ ആണെങ്കിൽ ഈ പറഞ്ഞ 3 പോയിന്റ് മാത്രം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ വെറുതെ കൂടുതൽ പഠിക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ഇനി 3-ാമത്തെ ആള് ഉർവത്ത് ഇബ്നുൽ വർദ് അൽ അബസി. ഉർവയെ കുറിച്ച് പറയുമ്പോൾ സ്വാലീഖിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ഒരു മനുഷ്യനാണ്. സ്വാലീഖ് കവികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പോരാളികളായിരുന്നു. കാരണം അവർ അത്രത്തോളം
സമ്പത്ത് അവർക്കില്ല. അതേപോലെ തന്നെ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ ജീവിക്കുക, പിന്നെ കുറച്ച് അങ്ങനത്തെ വലിയ വലിയ മറ്റുള്ള കവികൾ ചെയ്ത പോലത്തെ കാര്യങ്ങളൊന്നും ഇവർക്കില്ല. ഇവര് തെരുവിലൂടെ ജീവിച്ച കവികളാണ്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും അങ്ങനെ തെരുവിൽ പാട്ട് പാടുകയും കവിത പാടുകയും ചെയ്യുന്ന കവികളാണ് ഈ ആളുകൾ. ഇപ്പൊ ഉർവ എന്ന് പറഞ്ഞാൽ സ്വാലിക്കിലെ തെരുവിൽ ജീവിച്ച കവികളുടെ നേതാവായിട്ട് അറിയപ്പെടുന്ന ആളാണ്. എന്തതിന്റെ കാരണം? ഉർവ അങ്ങേയറ്റം മറ്റുള്ളവരെ പിന്നെ സഹായിക്കുന്ന ആളാണ്. എത്രത്തോളം ചോദിച്ചാൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം മോഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങും. സമ്പത്തുള്ള ആളുകളുടെ അടുത്ത് പോയി മോഷ്ടിച്ചിട്ട് അദ്ദേഹം ഭക്ഷണമൊക്കെ മോഷ്ടിച്ചിട്ട് പാവപ്പെട്ടവരെ ഭക്ഷിപ്പിക്കുമായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ലുക്കിബ, ഉർവ അറിയപ്പെടുന്ന പേര് ഉർവത്തു സ്വാലീഖ്, അബുൽ ഫുഖറാ, അബുൽ മസാക്കീൻ, അബു സ്വാലീഖ് എന്നുള്ള പേരിലൊക്കെ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഒന്നുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരാണ് അബുൽ മസാക്കീൻ എന്നുള്ള പേര്. ഇനി ആശിക്കത്തു, അദ്ദേഹത്തിന് ഉർവക്ക് ഉണ്ടായിരുന്ന ഒരു ആശിക്കത്ത്, കാമുകിയാണ് ഹാല ബിൻത് കബീർ എന്നുള്ള സ്ത്രീ. കാന യുസ്രികുലി തുആമിൽ മസാക്കീൻ എന്ന് നേരത്തെ പറഞ്ഞു. അദ്ദേഹം മോഷ്ടിക്കുമായിരുന്നു. എന്തിനാണ് മോഷ്ടിക്കുന്നത്? അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, പാവപ്പെട്ടവരെ ഭക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മോഷ്ടിക്കുമായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് മൂന്നാളുകളെയാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് താബത്തശർ, ഷെൻഫരി, മൂന്ന് ഉർവത്ത് ബിനുൽ വറദ്. ഈ മൂന്നാളുകളെ കുറച്ച് പോയിന്റ് മാത്രം നിങ്ങൾ പഠിക്കുക. ഞാൻ ഒരു ചോദ്യം തരുന്നുണ്ട്, എല്ലാവരും ജസ്റ്റ് ഒന്ന് അത് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാട്ടോ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. മൻഹുവ അൽ മലിക്കുൽ ദലീൽ. മലിക്കുൽ ദലീല് ആരാണ്? ഇമ്രുൽ ഖൈസ് ആണ് മലിക്കുൽ ദലീല്. അത് മുഹ്സിൻ ഫമീല ജിംഷാദ് എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് അത് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ജിംഷാദിന്റെ വളരെ അടുത്ത സുഹൃത്താണ് എന്നതുകൂടെ ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു. ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് നൽകാം, അതുകൂടെ ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്യുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ചോദ്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന്റെ ആൻസർ ഒന്ന് എഴുതാട്ടോ. ലൈസമിൻ അയ്യാമിൽ അറബ്, അറബികളുടെ അയ്യാമിൽ പെടാത്തത് ഏതാണ്? ഓക്കെ, ഞാൻ മുമ്പ് കഴിഞ്ഞ ദിവസം ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. നിങ്ങൾക്ക് അറിയുമെന്നൊക്കെ വേണ്ടിയിട്ടാണ്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അയ്യാമുൽ അറബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. അറബികളുടെ ജാഹിലിയ കാലഘട്ടത്തിലെ യുദ്ധമാണ്. അതിൽ പെടാത്തത് അഫ്കോഴ്സ് ഖാദിസിയ യുദ്ധമാണ് അതിൽ പെടാത്തത്. ഇനി അവ്വലുമൻ ഖാലൽ മസൽ, ഇതൊന്ന് ആൻസർ ചെയ്യ എല്ലാവരും. അവ്വലുമൻ ഖാലൽ മസൽ, മസല് ഉപമ ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതിന്റെ ഉത്തരം അഖ്സം ഇബ്നു സ്വൈഫിയാണ്. ആദ്യമായിട്ട് ഖുതുബ പറഞ്ഞത് അറബികൾക്കിടയിൽ ഖുസ്ബിന് സായിദയാണ് ആദ്യമായിട്ട് വടികുത്തിപ്പിടിച്ച് പറഞ്ഞത്. അതൊക്കെ പറഞ്ഞത് അതാണ് കാര്യമായിട്ട് ചോദിക്കാറുള്ളത്. അഖ്സം ഇബ്നു സ്വൈഫിയെ പറ്റി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ് അവ്വലുമൻ ഖാലൽ മസൽ, ആദ്യമായിട്ട് മസല് പറഞ്ഞത് ആരാണെന്നുള്ളത്. ഇത് ഉത്തരം ആദ്യം എഴുതിയിട്ടുള്ളത് സാദിയ നാഗ്രിസ് എന്നുള്ള ഫെമീല. കുറെ ആളുകൾ ഉത്തരം എഴുതിയിട്ടുണ്ട്. ഇനി അവ്വലുമൻ ഖാലൽ അമ്മാ ബഅദ് എന്നത് ആദ്യമായിട്ട് പറഞ്ഞത് എല്ലാവർക്കും അറിയാം. അത് ഖുസ്ബുൻ സായിദ അലിയാദിയാണ്. ഇതൊന്ന് ആൻസർ ചെയ്യ എല്ലാവരും. ഓക്കെ, അൽ യൗമു ഖംറുൻ മൻ ഖാല ഹാദാ, ഇത് പറഞ്ഞത് ആരാണ്? ഓക്കെ, ഇമ്രുൽ ഖൈസ് ആണ് ഇത് പറഞ്ഞത്. ഇത് ഹസീന എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് ആദ്യമായിട്ട് ഇതിന്റെ ആൻസർ വന്നിട്ടുള്ളത്. ഇത് ഇമ്രുൽ ഖൈസ് എപ്പോഴാണ് പറഞ്ഞതെന്ന് അറിയാലോ? ഉപ്പ മരണപ്പെട്ട വാർത്ത കേൾക്കുന്ന സമയത്താണ് ഈ ഡയലോഗ് ഇമ്രുൽ ഖൈസ് പറഞ്ഞിട്ടുള്ളത്. ഇത് PSCക്ക് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഞാൻ ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് അൽഹംദുലില്ലാ ഇന്നത്തെ ക്ലാസ്സില് പിന്നെ എനിക്ക് നിങ്ങളോട് അങ്ങേറ്റം ഇഷ്ടം തോന്നാൻ കാരണം ഇന്ന് തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും ഇരുന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ പിന്നെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്.
ഞാൻ ആദ്യം ജാഹിലിയ കാലഘട്ടം ഒറ്റ സെഷനായിട്ട് എടുത്താലോ എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ നമ്മുടെ ഒന്നാമത്തെ സെഷനിൽ അത് കഴിയൂല എന്നുള്ളത് കൊണ്ടാണ് ജാഹിലിയ 2 ഭാഗമാക്കിയിട്ട് ആദ്യത്തെ സെഷന് കുറച്ച് കൂടുതലും രണ്ടാമത്തെ സെഷന് സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞത്. അപ്പൊ ജാഹിലി കാലഘട്ടം നമ്മൾ പൂർത്തിയാക്കി. ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത ദിവസം ഇസ്ലാമിയും അമവിയും ഞാൻ എടുക്കുന്നതാണ്. അതിന്റെ കൂടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന പിന്നെ വലിയ ഒരു ഏരിയ ആയിട്ടുള്ള ഇൻഡോ അറബും നമുക്കൊന്ന് അരച്ചു കുടിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് അതുമായിട്ടൊക്കെ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും PSCയുമായിട്ടോ സാങ്കേതികമായിട്ടോ അല്ലെങ്കിൽ ക്ലാസ്സുമായിട്ടോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലൊക്കെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ചോദിക്കാം, പേഴ്സണൽ നമ്പറിൽ ചോദിക്കാം. ഓക്കെ, റസ്ല ടീച്ചർ ലൈവിലുണ്ടോ? ഓക്കെ, ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്.